ആസാം സന്ദർശനം തുടങ്ങിയാണ്. ആസാം മേഘാലയ സന്ദർശനത്തിൽ ആസാമാണെന്ന് സന്ദർശിക്കുന്നത്. ആസാമിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ റോപ്പ് വേ ആണ്, ഗുവാഹട്ടി റോപ്പ് വേ. ആ കാണുന്നതാണ് റോപ്പ് വേ. ഈ റോപ്പ് വേയിൽ കയറാൻ പോവുകയാണ്. റോപ്പ് വേയിൽ കയറുന്നതിൽ ഒരാൾക്ക് 200 രൂപ ടിക്കറ്റാണുള്ളത്. സീനിയർ സിറ്റിസണിനാണെങ്കിൽ 100 രൂപ ടിക്കറ്റാണുള്ളത്. ലിഫ്റ്റ് വഴിയാണ് പോകേണ്ടത്. ഗുൽമാർഗിലെ റോപ്പ് വേയിൽ കയറിയിട്ടുണ്ട്, മനാക്കാമിലെ റോപ്പ് വേ കയറിയിട്ടുണ്ട്, പളനിയിലെ റോപ്പ് വേ കയറിയിട്ടുണ്ട്. ഈ റോപ്പ് വേക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഈ റോപ്പ് വേക്കുണ്ട്. ആർക്കെങ്കിലും പറയാമോ? കുറുകെയുള്ള റോപ്പ് വേയാണ്. അതായത് ആദ്യത്തെ റിവർ റോപ്പ് വേ, 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, മറ്റേതെല്ലാം മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോപ്പ് വേ ആയിരുന്നു ഗുൽമാർഗിലേക്ക്. അപ്പോൾ എന്താ സംഭവം നോക്കിയേക്കാം. ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ്, അടുത്ത വണ്ടി വരുന്നവരെ. കെട്ടിടത്തിൻ്റെ പൊക്കത്തിലാണ് ഈ റോപ്പ് വേ നിൽക്കുന്നത്. ടിക്കറ്റ് കാണിച്ചിട്ട് കയറാം. ഇതെല്ലാം ഞങ്ങളുടെ ടീമാണ്. റോപ്പ് വേയുടെ കിടപ്പുണ്ട്. ഒരെണ്ണം പോയിട്ട് വരണം. ഇത് തന്നെ തിരിച്ചു വിടുന്നു. ഒറ്റെണ്ണേ ഉള്ള ആകെ. ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് ഞങ്ങൾ റോപ്പ് വേയിലോട്ട് കയറിയാണ്. ഇതാണ് റോപ്പ് വേ. നിന്ന് പോകണം ഇതിനകത്ത്. ഇതിനകത്ത് സീറ്റൊന്നുമില്ല, നിന്നാണ് പോകുന്നത്. നിൽപ്പനടിക്കാണ്. സ്റ്റാഫ് റൂമിലോട്ട് ആദ്യം കൊണ്ടുപോവുക. പിന്നെ ആദ്യം സ്റ്റാഫ് റൂമിൽ കുറേ പേർക്ക് പോകുന്നൊരു സാധനമാണിത്. കൊണ്ടുപോയിട്ട് ആള് പറഞ്ഞാലേ പോകത്തുള്ളൂ. നമ്മളെ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 15 പേരോളം ഇതിനകത്തുണ്ട്. ഇപ്പം സാധാരണ കേബിൾ കാറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് നിന്ന് പോകണം. സാധാരണ നമുക്ക് 6 പേർക്ക് ഇരുന്ന് പോകുന്ന കേബിൾ കാറാണുള്ളത്, കണ്ടിട്ടുള്ളത് മനാക്കാമിനയിലും ഗുൽമാർഗിലും ഒക്കെ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥനും കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഒരു ക്യാപ്റ്റനും കൂടെ ഉണ്ട്. കേബിൾ കാർ പതുക്കെ സ്പീഡ് എടുത്തിരിക്കുകയാണ്. 1.8 കിലോമീറ്ററാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. ഗുവാഹട്ടി ടൗണിനെയും അതിൻ്റെ ഗുവാഹട്ടിയുടെ വടക്കൻ ഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള ഒരു റോപ്പ് വേ ആണിത്. 2020 ഈ റോപ്പ് വേ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഗുവാഹട്ടി നഗരത്തിൻ്റെയും ബ്രഹ്മപുത്ര നദിയുടെയൊക്കെ ഒരു പനോരമിക് കാഴ്ച ഇതിൽ കൂടെ യാത്രയപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതാണ് ബ്രഹ്മപുത്ര നദി. ഇതിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഉമാനന്ദ ടേബിൾ കാണാൻ പറ്റും. ഉമാനന്ദ ടേബിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ആൾതാമസമുള്ള ഏറ്റവും ചെറിയ ദ്വീപുകളിൽ ഒന്നാണ് ഉമാനന്ദ ദ്വീപ്. ഇവിടെ രാത്രി നൈറ്റ് ക്രൂയിസൊക്കെ ഉണ്ട്. DJ പാർട്ടിയുള്ള ക്രൂയിസ് ഷിപ്പൊക്കെ ക്രൂയിസ് ഇതുണ്ട്. അതിനൊക്കെ നമുക്ക് ആക്ടിവിറ്റീസിനൊക്കെ ചെയ്യാം. പിന്നെ നടുക്കൊക്കെ എന്തോ ഇപ്പം മണൽത്തിട്ട തെളിഞ്ഞു കിടക്കുകയാണെങ്കിലും അത് നല്ല മഴ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല വെള്ളം കാണും. ഇത് പിന്നെ മലയിലോട്ട് കയറുന്നതല്ല, അത് സ്ട്രെയിറ്റ് ആണ് ഈ റോപ്പ് വേ. പക്ഷെ സാധാരണ നമ്മുടെ റോപ്പ് വേ ഞാൻ മലയിലോട്ട് പിടിച്ചു കയറുന്നതാണ്. ഇതങ്ങനെയില്ല. ഉമാനന്ദ ടെമ്പിളിലേക്ക് പോകാനായിട്ട് റോപ്പ് വേയിൽ കൂടെ പോകാൻ പറ്റത്തില്ല. റോപ്പ് വേൻ്റെ മേളിൽ കൂടെ അങ്ങ് പോകത്തേ ഉള്ളൂ. നമുക്ക് പോകണമെങ്കിൽ ബോട്ട് സർവീസ് ഉണ്ട്. അവിടെ നിന്നൊക്കെ ബോട്ട് സർവീസ് ഉണ്ട് ഉമാനന്ദ ടെമ്പിളിലേക്ക് പോകാനായിട്ട്. നടക്കുന്ന ദ്വീപ് നടക്കുന്ന സ്ഥലമുണ്ട് ചെറിയ. ഇതല്ല ഉമാനന്ദ ടെമ്പിൾ നിൽക്കുന്ന സ്ഥലം. പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. നാച്ചുറലൊന്നുമല്ല. ഈ പാറക്കെട്ട് നാച്ചുറലാണ്. അവിടെ ഒരു പാറക്കെട്ടുണ്ട്, ഒരു ദ്വീപ് കണക്ക് കിടക്കുകയാണത്. ഇവിടെ ഒരു പാറക്കെട്ട്, അതൊരു ദ്വീപ് കണക്ക് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു വെള്ളം നിറഞ്ഞൊഴുകപ്പോൾ ഇതിൻ്റെ പൊക്കത്തിലൊക്കെ വെള്ളം വരുമായിരിക്കും. ഇന്ന് കാണാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗുവാഹട്ടിയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നാണ് ഗുവാഹട്ടി റോപ്പ് വേ. കാമാഖ്യ ടെമ്പിളുണ്ട്, അതുപോലെ കാസിരംഗ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം 3-ാം സ്ഥാനം ചിലപ്പോൾ ഇതിനായിരിക്കും. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ ഉമാനന്ദ ടെമ്പിൾ, ഇതായിരിക്കും ഉമാനന്ദ ടെമ്പിൾ. ഇവിടെ അമ്പലം കാണുന്നുണ്ട്, ഉമാനന്ദ അമ്പലം. ഇവിടാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഇനി ചെറിയ ഇറക്കം കയറി ഇറങ്ങി. ഇതാണ് ഉമാനന്ദ ടെമ്പിൾ. ഇവിടേക്ക് ഇഷ്ടംപോലെ ഭക്തർ വരുന്ന സ്ഥലമാണ്. ഇത് ഇത്രയേ ഉള്ളൂ ഉമാനന്ദ ടെമ്പിളിന്റെ ദ്വീപ്. ഞങ്ങളുടെ പൊന്നന്തുരുത്ത് പോയിരുന്നു. പക്ഷെ അത് അവിടെ ആളുമാസമൊന്നുമില്ല. ആ പൊന്നന്തുരുത്ത് പോലും ഇതിനേക്കാളും വലുതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞങ്ങൾ ചിറയൻകീഴിനടുത്തൊരു
പൊന്നിൻ തുരുത്തി പോയത് എൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നോക്കിയാൽ മതി. അത് ഏരിയൽ വ്യൂ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ മേളിൽ കൂടെ റോപ്പേ ഒന്നും ഇല്ലല്ലോ. പിന്നെ മേളിൽ കൂടെ റോപ്പേ ഉള്ളതുകൊണ്ട് ഈ ഉമാനന്ദ ദ്വീപിൻ്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് കിട്ടും. ഇത്രയുള്ള ദ്വീപ്, അത് പാറയാണ് താഴെ, പാറയുടെ മുകളിലാണെങ്കിൽ അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, അവിടെ ആൾ താമസമുണ്ട്. അപ്പോൾ ആൾ താമസമുള്ള ഏറ്റവും ചെറിയ ദ്വീപ്. റോപ്പിൽ 2 എണ്ണം ഉണ്ട്, അങ്ങോട്ടൊരെണ്ണം ഉണ്ട്, ഇങ്ങോട്ടൊരെണ്ണം ഉണ്ട്. സ്പീഡ് ഇച്ചിരി പറഞ്ഞില്ല. അവിടെ മണൽ പരപ്പ് വന്നിട്ടുണ്ട്, തിട്ട ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ മഴപ്പുഴയിലൊക്കെ ഇതിനൊക്കെ മണൽ തിട്ടകൾ ഉണ്ടാകുന്ന പോലെ ഇവിടെ മണൽ തിട്ടയുണ്ട്. അവിടെ ടെൻറ്റും ഒക്കെ അടിച്ചിട്ടുണ്ട്. എനിക്കത് ടെൻറ്റ് ക്യാമ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ സമയത്ത്. മഴ സമയത്തെല്ലാം കൂടെ വലിച്ചെടുത്തുകൊണ്ട് പോകും. നമ്മുടെ അടുത്ത വടക്കൻ ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഗുവാഹട്ടിയുടെ ടൗണിൻ്റെ എൻ്റെ ടൗണിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 2 വേ ടിക്കറ്റിന് 200 രൂപയും 1 വേ ടിക്കറ്റിന് 300 രൂപയാണ്. 2 വേ ടിക്കറ്റിൽ തന്നെ സീനിയർ സിറ്റിസണിന് 60 വയസ്സ് കഴിഞ്ഞവർക്ക് 100 രൂപ കൊടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അല്ലാത്തവർക്ക് 200 രൂപ. ഞാൻ സീനിയർ ആവാത്തതുകൊണ്ട് എനിക്ക് 200 രൂപ കൊടുക്കേണ്ടി വന്നു. ഇത് കറങ്ങുന്നില്ല, നേരെ ഒരു ലൈൻ നേരെ തന്നെ. മറ്റേതാണെങ്കിൽ കേബിൾ കാർ സാധാരണയാണെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് വരും, കറങ്ങിയാണ്. ഏതൊക്കെ പോകുന്ന പോക്കിന് ചെന്നിട്ട് അതേ കണക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഗുവാഹട്ടിയുടെ വടക്കൻ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. വടക്കൻ തീരത്ത് നമ്മൾ ഗുവാഹട്ടി സിറ്റിയുടെ തീരത്തു നിന്നാണ് പുറപ്പെട്ടത്. അതിന്റെ വടക്ക് ഭാഗത്തുള്ള തീരത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ഇത് കണക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകണം. എക്സ്പീരിയൻസ് അത്രയേ ഉള്ളൂ. തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും പേരുണ്ടായിരുന്നു ഇതിനകത്ത്. ഇത് ഇവിടം വരെ ഉള്ളൂ. ഇവിടെ അവസാനിച്ചിട്ട് തിരിച്ചു പോകുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സാധാരണ കറങ്ങി വന്ന് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇതങ്ങോട്ട് തിരിച്ചു പോകും. ഞങ്ങളിത് പുറത്തിറങ്ങിയാണ്. പുറത്തിറങ്ങി വേണമെങ്കിൽ നമുക്കങ്ങ് പോവാം, പക്ഷേ നടന്നു വരേണ്ടി വരും. തിരിച്ചടുത്ത സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. അവർ വിളിക്കുമ്പം തിരിച്ചു പോകാം നമുക്ക്. വണ്ടിയിൽ തിരിച്ചു പോകാം. ഫേസ്ബുക്കിൽ എഴുതിയിട്ടു ആവശ്യമുള്ളതൊക്കെ ഇന്ന് ഓർമ്മയുള്ള ചക്ക എഴുതിയിട്ടിട്ട് അതൊന്ന് പുറത്തിറങ്ങാം. പുറത്തിറങ്ങിയിട്ട് വീണ്ടും കയറണം. പുറത്തോടെ കയറി വരും. ഇനി ഡോക്യുമെന്ററി ആണെങ്കിൽ ഡബിൾ പണിയാണ്. ശബ്ദം മുഴുവൻ കൊടുക്കണേ, അത് കൊടുക്കണം. കറക്റ്റായിട്ട് എഴുതിയാൻ വേണ്ടി അതൊക്കെ അത് സമയം എടുക്കും. പ്രത്യേകിച്ച് മ്യൂസിക്കും സാധനമൊക്കെ ഇട്ട് ഞങ്ങളതാ ബേസിലേക്ക് ബേസ് സ്റ്റേഷനിലേക്ക് ബേസ് ക്യാമ്പിലേക്ക് വളരെ പതുക്കെയാണ് പോകുന്നത്. ഹിമാലയത്തിൻ്റെ ബേസ് ക്യാമ്പല്ല, ഗുവാഹട്ടി റോപ്പ് വേയുടെ ബേസ്. താഴേക്ക് പിടിക്കുക. ഇത് താഴെ നോക്കി ആളുകൾ പോകുന്നതൊക്കെ കിട്ടും. ഇതിൻ്റെ ആ ഒരു ഹൈറ്റ് ഫീൽ ചെയ്യണമെങ്കിൽ അല്ല അടിയിലേക്ക് കൊടുക്കും. ഞങ്ങളുടെ വണ്ടിയാണ് കിടക്കുന്നത്. വണ്ടി വളരെ ചെറുതായി കാണപ്പെടുന്നു. ഇല്ല വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. ആ ലഗേജുള്ള വണ്ടി അന്ന് സൂം ചെയ്ത് കാണിക്കാം. വണ്ടിയേക്കാളും പൊക്കത്തിൽ ലഗേജ് നിറച്ച് വെച്ചിരിക്കുക. ഈ കിടക്കുന്ന ടെമ്പോ ട്രാവലറാണ് ഞങ്ങളുടെ വണ്ടി. അതിലേക്കൂടെ അതിൽ പച്ചത്തുള്ളൻ കീഴുക. പച്ചത്തുള്ളനെ പോലെ പച്ച വസ്ത്രം ഇട്ട ഒരു യുവതിയുടെ അടുത്തിരിക്കുന്ന ഒരു പച്ചത്തുള്ളനെ പോലെ എടുത്ത് നമ്മളെ പച്ചത്തുള്ളൻ വണ്ടിയുടെ ഡോർ തുറന്ന് ഡ്രൈവറോട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. അതിസാഹസികമായ ഒരു യാത്രക്കൊടുവിൽ. എന്താ സാഹസികം, അത് പിടിച്ച് നിന്നില്ല. വേലിയൊന്നും ഇല്ലെങ്കിലും പറയായിരുന്നു.